ഹായ് കൂട്ടരെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയത്തെ നമ്മുടെ ഏറ്റവും വലിയ സ്റ്റേഡിയത്തിലാണ്. കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ. അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് കാണിക്കാമെന്നും പറഞ്ഞാണ് നമ്മൾ വന്നതേ. ഇത് കണ്ടോ, നമ്മുടെ ട്രാക്കെല്ലാം കണ്ടോ, മൊത്തം നശിച്ച് കിടക്കുക. ഇത് 1972 പണി തുടങ്ങി വെച്ച് ഇതുവരെ ഒന്ന് വൃത്തിയായിട്ട് ഇത് ചെയ്യാൻ ഇവർക്ക് ആർക്കും പറ്റിയിട്ടില്ല. മൊത്തം കാട് കയറി എപ്പോഴും നശിച്ച് കിടക്കും. ഇതുണ്ടോ, അതിനുശേഷം പണിതൊരു ഗ്യാലറിയാണ് ഈ കാണുന്നത്. എന്നാ കൊണ്ടു അടിച്ച് അതിനുശേഷം പണിതൊരു ആകപ്പാടെ അതിനുശേഷം 72 ശേഷം പണിതൊരു സാധനം നിൽക്കുന്നത്. കണ്ടോ അതിൻ്റെ അവസ്ഥ, അതും മൊത്തവും പൊട്ടിപ്പൊളിഞ്ഞ് നിൽക്കുക. പിന്നെ പിള്ളേർ ഓടുന്ന ട്രാക്ക് കിടക്കുന്ന കിടപ്പുണ്ടോ, മൊത്തം പുല്ല് കയറി പാമ്പിനെ പേടിച്ച് വേണം പിള്ളേർ ഓടാൻ. പണ്ടൊക്കെ ഇവിടെ ഫുട്ബോളുകൾ കിടന്നുകൊണ്ടിരുന്നു, ഇപ്പോൾ അതൊന്നുമില്ല. ലോങ് ജമ്പ് ചെയ്യുന്ന സ്ഥലത്താണ് പിള്ളേരൊക്കെ ചാടുന്നൊരു സ്ഥലമാണ്. നിങ്ങളെ കാണിച്ചു തരാം. കണ്ടോ, ഉറപ്പിട്ടുള്ള കാര്യമാണ്. ചെരുപ്പൂരി ഇറങ്ങിയേക്കാം. ഇത് കണ്ടോ, ഈ തിട്ടയുടെ ലെവൽ മണ്ണ് വേണ്ടിയതാണ്. അതുപോലെ ഇളകി കിടക്കണം, ഇല്ലെങ്കിൽ അത് കാലിന് ഭയങ്കര കേടായിരിക്കും. അത് കഴിഞ്ഞ ദിവസം ഞാനിവിടെ വന്നപ്പോൾ ഒരു കൊച്ചൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഞാൻ സത്യം പറഞ്ഞ ജീവിതത്തിലോട്ടാണല്ലോ ചാടുന്ന ഓർത്ത് ഞാൻ പേടിച്ചു. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒന്നിൻ്റെ മാറ്റം വരണ്ടേ. അപ്പോൾ നമുക്ക് അടുത്ത കാണിച്ചു തരാം. ഗ്യാലറിയിൽ കിടക്കുന്ന കിടപ്പ് കണ്ടോ, പൊട്ടിപ്പൊളിഞ്ഞ് എന്തൊരു കിടപ്പ കിടക്കുന്നേക്ക്. കോട്ടയത്തെ ഏറ്റവും വലിയ സ്റ്റേഡിയത്തിൻ്റെ അവസ്ഥയാണ്. ഈ കാണുന്നത് പറഞ്ഞാൽ നമ്മുടെ ബാസ്കറ്റ് ബോൾ കോർട്ടാണ് കേട്ടോ. ഇവിടെ ബാസ്കറ്റ് ബോൾ ഇവിടെ നമ്മൾ നിലത്ത് മുട്ടിക്കഴിഞ്ഞാൽ തെറിച്ച് വല്ലയിടത്തോളം പോവുള്ളൂ, വെളിയിലോട്ട് പോവുള്ളൂ. ആ തരത്തിൽ ഇവിടുത്തെ ബാസ്കറ്റ് ബോൾ കോർട്ട് കിടക്കുന്നത് കേട്ടോ. ഇവിടെയൊക്കെ പരിശീലിച്ചിട്ട് വേണം പിള്ളേർ ഒളിമ്പിക്സിൽ മെഡൽ നേടാനെന്നാണ് പറയുന്നത്. ഈ കോർട്ട് കിടക്കുന്നുണ്ടോ. വാ, അടുത്ത ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. വാ, അടുത്ത ചെറിയൊരു കാര്യം കൂടെ കാണിച്ചു തരാം. നമ്മൾ ഈ കയറുന്ന ഇത് കണ്ടോ, ഇതുവഴി നമുക്ക് അകത്തോട്ട് വരാം, ഗ്രില്ല് വഴി. ഈ കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ കണ്ടോ വോളിബോൾ കോർട്ടാണ് കേട്ടോ. വോളിബോൾ കളിക്കുന്ന കോർട്ടാണ്. കിടക്കുന്ന കിടപ്പ് കണ്ടോ. ഇതൊന്നും പറയാൻ പറ്റത്തില്ല, പറഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടത്തില്ല. കണ്ടോ, ഇത് എവിടെ കളിക്കുന്നതിൻ്റെ കണ്ടോ. പിള്ളേർക്ക് പരിശീലനം ഉണ്ടാക്കാൻ വേണ്ടി സ്പോർട്സ് കൗൺസിലിൻ്റെ കീഴിൽ, മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ ഉള്ള ഒരു സ്ഥലമാണിത്. ഇതിൻ്റെ കിടപ്പ് കിടക്കുന്നുണ്ടോ. ഇവിടെയൊക്കെ പിള്ളേർ പരിശീലിച്ചിട്ട് വേണം നമുക്ക് ഒളിമ്പിക്സിലെ മെഡൽ മേടിക്കാൻ കേട്ടോ. 150 കോടി ജനങ്ങളുള്ള നമ്മുടെ നാട്ടിൽ കിട്ടുന്നത്, ഒളിമ്പിക്സിന് കിട്ടുന്ന 5 മെഡൽ, 3 മെഡൽ, 2 മെഡൽ, ഇതൊക്കെയാണ് കിട്ടുന്നത്. എങ്ങനെ കിട്ടും? ഇതാണ് നമ്മുടെ അടിസ്ഥാന സ്പോർട്സിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളെന്ന് പറയുന്നത് ഇവിടെ കൊടുക്കുന്നത്. അതിൽ നിന്ന് വേണ്ട പിള്ളേർ പരിശീലിക്കാൻ. പിന്നെ എങ്ങനെ മെഡൽ കിട്ടും? അമേരിക്കയിലൊക്കെ കിട്ടുന്ന പറഞ്ഞാൽ 100 കണക്കിന് മെഡൽ ഓരോ ഒളിമ്പിക്സിൽ കിട്ടുന്നത്. ചൈനയ്ക്ക് കിട്ടുന്നുണ്ട്. എന്തിനാ പറഞ്ഞത്, ദരിദ്രരാഷ്ട്രീയ ജമൈക്ക് കിട്ടുന്നുണ്ട്. ഇതൊക്കെ കണ്ട് പഠിക്കുക. ഞാൻ അടുത്ത കാണിച്ചു തരാം. നമ്മുടെ ഏറ്റവും ടോപ്പ് സാധനമാണല്ലോ ക്രിക്കറ്റ്. ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് സ്പോർട്സ് ആണല്ലോ. കാണിച്ചു തരാം അതിൻ്റെ നമ്മുടെ കോട്ടയത്തെ അവസ്ഥ എന്നാന്നുള്ളത് കാണിച്ചു തരാം. വാ, ക്രിക്കറ്റിൻ്റെ അവസ്ഥ ഇതാ. ഇത് കണ്ടോ, നെറ്റ്സ് എന്ന് പറയും. നെറ്റ്സ്, ബാറ്റ്സ്മാൻ അവിടെ നിൽക്കും, ബൗളർ ഇവിടെ ഒന്ന് എറിയും. അതാണ് സംഭവം. അതെല്ലാം കാട് കയറി കിടക്കുക. 2 എണ്ണം ഉണ്ട് കേട്ടോ. ഇങ്ങാപ്പുറം ഉണ്ട് അതുപോലെ തന്നെ. ഇവിടെ ഒന്നും ഒരു പരിശീലനം നടക്കുന്ന ഇല്ല, ഒരു പരിപാടി നടക്കുന്നില്ല. ഉണ്ടെങ്കിൽ ഇതിങ്ങനെ കാട് കയറി കിടക്കുകയല്ലോ. ഇതിൻ്റെയൊക്കെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. പിള്ളേർക്ക് ലഹരിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയെങ്കിലും, സ്പോർട്സ് വലിയ ഇതായില്ലെങ്കിൽ, ഒളിമ്പിക്സ് നമുക്ക് മെഡൽ കിട്ടിയില്ലെങ്കിലും, പിള്ളേർക്ക് ലഹരിയിലേക്കും മറ്റ് അനാവശ്യങ്ങളിലേക്കും പോകാതിരിക്കാൻ വേണ്ടിയെങ്കിലും ഇങ്ങനെയുള്ള കായിക അവസരങ്ങൾ, ക്രിക്കറ്റ് കളിക്കാനും ഫുട്ബോൾ കളിക്കാനും വോളിബോൾ, ബാസ്കറ്റ് ബോൾ, ഇതിനെല്ലാം ഉണ്ടല്ലോ. അതൊന്ന് റെഡിയാക്കി ഒന്ന് കൊടുക്കുക. ഈ